ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് വിശുദ്ധനായ ജോസഫ് വാസിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ കബർനാവിൽ തിരിച്ചെത്തി അവനൊരു വീട്ടിലുണ്ടെന്ന വാർത്ത കേട്ടപ്പോൾ ഒത്തിരിയധികം ആളുകൾ ഈശോയെ കാണാൻ ഒരുമിച്ച് കൂടുകയാണ്. അപ്പോൾ അവിടെ തളർവാദ രോഗിയായ ഒരു മനുഷ്യനെ അവൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് കൊണ്ടുവരികയും എന്നാൽ യേശുവിനെ കാണാൻ സാധിക്കാത്തതിനാൽ യേശു ആയിരുന്ന വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് അവനെ അവിടെ കൊണ്ടുവരികയും യേശുനാഥൻ അവനെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ് സുവിശേഷം നമുക്ക് മുമ്പിൽ വിവരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാനമായും 2 തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് അവൻ്റെ സുഹൃത്തുക്കളാണ്. അവരുടെ സുഹൃത്തുക്കളുടെ വിശ്വാസ നിമിത്തമാണ് യേശുനാഥൻ ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത്. രണ്ടാമത് ആ ഭവനത്തിൻ്റെ ഉടമസ്ഥൻ, യേശുനാഥനായിരുന്ന ഇടത്തിൻ്റെ ഉടമസ്ഥൻ. അപ്പം ആദ്യത്തെ ഈ സുഹൃത്തുക്കൾ അവരുടെ സുഹൃത്തുക്കളെ അവർ ഒത്തിരിയധികം സ്നേഹിച്ചിരുന്നു. അപ്പോൾ ആ സുഹൃത്തിന് വേണ്ടി അവൻ്റെ സുഹൃത്തുക്കൾ അവനെ കൊണ്ടുവരികയാണ്. ഒത്തിരിയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് അവനെ ചുമന്നുകൊണ്ട് വരുന്നു. എന്നാൽ യേശുവിനെ കാണാൻ തടസ്സമുണ്ട്. ആ തടസ്സം നേരിടുന്നതിനായി അവർ ആ വീടിൻ്റെ മേൽക്കൂര അത് പൊളിച്ച് അതിന് മുകളിൽ കയറി അവനെ താഴേക്ക് ഇറക്കുകയാണ്. അപ്പം ഇത്രമാത്രം അവരുടെ സ്നേഹം കണ്ടിട്ടും വിശ്വാസം കണ്ടിട്ടുമാണ് യേശുനാഥൻ അദ്ദേഹത്തെ സൗഖ്യപ്പെടുത്തുന്നത്. അപ്പോൾ ദൈവം ഇടപെടുന്ന വഴികളാണ്. ചില മനുഷ്യരുടെ വിശ്വാസം നിമിത്തം ദൈവം മറ്റു മനുഷ്യരെ അനുഗ്രഹിക്കാറും ഇടപെടാറുമുണ്ടെന്ന് ഈ വചനം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തളർവാദ രോഗിയുടെ മേലെ യേശുനാഥൻ ഇടപെടുന്നത് ഈ കൂട്ടുകാരുടെ വിശ്വാസം കണ്ടിട്ടാണ്. രണ്ടാമത് ആ വീടിൻ്റെ ഉടമസ്ഥനെ കുറിച്ച് സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കാറില്ല. കാരണം യേശുനാഥൻ അവൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവന് ഒത്തിരിയധികം നഷ്ടങ്ങൾ ഒത്തിരിയധികം ഉണ്ടായി. കാരണം ആ വീട് നിറച്ച ആളുകളായി, ആർക്കും കയറാൻ പറ്റാത്ത വിധം അവർ തിങ്ങിക്കൂടി നിൽക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ ആ വീട് ഏതാണ്ട് ആളുകളെ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ സാധാരണ രീതിയിൽ ആളുകളെ കൊണ്ട് വീട് നിറയുമ്പോൾ ഒരു വീടിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവും. ഇത് കൂടാതെ ഈ തളർവാദ രോഗിയെ കൊണ്ടുവരുന്നതിന് വേണ്ടി ആ വീടിൻ്റെ മച്ച് അവർ മേൽക്കൂര പൊളിക്കുകയാണ്. അപ്പോൾ അവൻ ആ മേൽക്കൂര പോലും നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പം ഇവൻ ഈശോയ്ക്ക് വേണ്ടി ചില സങ്കടങ്ങളും സഹനങ്ങളും സഹിക്കുകയാണ്. അവൻ അങ്ങനെ സങ്കടങ്ങളും സഹനങ്ങളും സഹിക്കാൻ തയ്യാറായപ്പോൾ അവൻ്റെ ഭവനത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയാണ് മറ്റു മനുഷ്യർക്ക്. അപ്പോൾ നമ്മളും ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ചില സഹനങ്ങളും സങ്കടങ്ങളും ഒക്കെ മറ്റു മനുഷ്യർക്ക് അനുഗ്രഹങ്ങളായി മാറും എന്നുകൂടെ ഈ സുവിശേഷം ഓർപ്പിക്കണം. അപ്പോൾ അവിടെയാണ് ജോസഫ് വാസിൻ്റെ ജീവിതം നമുക്ക് മുമ്പിൽ ഒരു മാതൃകയായി മാറുന്നത്. സ്വന്തം സങ്കടങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും അനേകായിരങ്ങൾക്ക് യേശുനാഥൻ്റെ അനുഗ്രഹവും അവൻ്റെ കൃപകളും വെച്ച് നീട്ടി ഒരു വിശുദ്ധനാണ്. അദ്ദേഹം ഭാരതത്തിൽ ജനിച്ച വിശുദ്ധനാണ്, ഗോവയിൽ ജനിച്ച മനുഷ്യനാണ്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർത്തിയാക്കിയത് ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന കുറേയേറെ ക്രിസ്ത്യാനികൾ, അവർക്ക് വേണ്ടി അദ്ദേഹം ഒരു സഭയുടെ പ്രതിനിധി എന്ന നിലയിലല്ലാതെ സ്വന്തം തീരുമാനത്തിൽ അദ്ദേഹം അവിടെ എത്തുകയും ഒരു യാചകനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് യേശുനാഥനെ അവർക്ക് പ്രഘോഷിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം പൂർത്തിയാക്കുമ്പോൾ ഏതാണ്ട് 70,000-ത്തിലധികം ക്രൈസ്തവരെ അദ്ദേഹം സഭയ്ക്ക് ജന്മം നൽകി. മാത്രമല്ല 15ഓളം പള്ളികളും ഒത്തിരി അധികം വൈദികരെയൊക്കെ നൽകുന്നതിന് ഈ മനുഷ്യന് സാധിച്ചു. അതിനുശേഷം വന്ന മിഷണറിമാർ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആ ത്യാഗോജ്വലമായ പാത പിന്തുടർന്നുകൊണ്ടാണ് അവിടുത്തെ സഭയെ വളർത്തിയത്. അപ്പം അദ്ദേഹം ഒരു മാതൃകയായി മാറുകയായിരുന്നു. അദ്ദേഹം തനിക്കുണ്ടായിരുന്ന സ്ഥാനമാനങ്ങളും നല്ല സന്തോഷം നിറഞ്ഞ ജീവിതവും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ ശ്രീലങ്കയിലേക്ക് പോവുകയും അവിടെ ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്തത്. അപ്പം ആ മനുഷ്യൻ ഏറ്റെടുത്ത സഹനങ്ങൾ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന മനുഷ്യർക്ക് അനുഗ്രഹമായി മാറി. സുവിശേഷം നമ്മളോട് പറയുന്നതും അങ്ങനെയാണ്. ജീവിതത്തിൽ ചില സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന സഹനങ്ങളിലൂടെ ചില മനുഷ്യർ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുന്ന നാം ദൈവത്തിൻ്റെ ഉപകരണമായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ ആ സുഹൃത്തുക്കളെ പോലെ, ആ വീട്ടിൻ്റെ ഉടമസ്ഥനെ പോലെ, ജോസഫ് വാസിനെ പോലെ ജീവിതത്തിലെ ചില സഹനങ്ങളെങ്കിലും മറ്റു മനുഷ്യർക്ക് അനുഗ്രഹമായി മാറും എന്ന ചിന്തയിൽ സഹനങ്ങളെ സന്തോഷത്തോടുകൂടെ കാണുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുനാഥൻ അതിനെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.